പീഡനത്തിന്റെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. അദ്ദേഹം നമ്മളുടെ ഈ പരിപാടിയിലേക്ക് എത്തിച്ചേരും. എന്നിൽ അർപ്പിതമായ കാണുന്ന ഈ രണ്ടാം സെക്ഷനെ സ്വാഗതം അർപ്പിക്കുക എന്നതാണ്. ഞാൻ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായി തന്നെ എന്നെ അദ്ഭുത കുട്ടിയാക്കണം. മറ്റ് MSFന്റെ യൂത്ത് ലീഗിന്റെയും കർമ്മകരായ പ്രവർത്തകരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് മുനീറിനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമ്മുടെ ക്യാമ്പിന്റെ രണ്ടാം സെഷനാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ കൂടുതൽ സംസാരിക്കാതെ Bonito. ഇതാണ് നമ്മുടെ പ്രമേയം. എന്താണ് സമൂഹ നന്മ? അവിടെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. വിദ്യാർത്ഥികൾ നല്ലൊരു ഭാഗത്താണെന്നും അത് സമൂഹത്തിന് പകരേണ്ടതും എന്നാണ് ഈ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തുടങ്ങാൻ മാത്രം ഈ രാജ്യത്ത് 1885 കോൺഗ്രസ് രൂപീകൃതമാവുകയും അതിന് മുമ്പ് മുഗളുടെ ഭരണത്തെ ബ്രിട്ടീഷുകാർ ആക്രമിച്ച് അവരെ കാട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോൾ ഈ രാജ്യത്ത് ഒരുപാട് പ്രസ്ഥാനങ്ങൾ, ഇന്ത്യൻ മുജാഹിദീൻ പ്രസ്ഥാനം മുതൽ ഒരുപാട് പ്രസ്ഥാനങ്ങൾ, വിമോചന സമിതികൾ സംഘടിപ്പിക്കുകയുണ്ടായി. എന്നിട്ട് ഈ നാട്ടിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പുറത്താക്കാനുള്ള എല്ലാ പരിശ്രമവും നടത്തിക്കൊണ്ടിരുന്നു. അത് പല മേഖലയിലൂടെയും ആ പ്രസ്ഥാനങ്ങൾ പലകേറ്റും പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കാലഘട്ടമായിരുന്നു. പക്ഷേ അതിന്റെ വക്താക്കൾ മുസ്ലിങ്ങളായിരുന്നു. ആ സമയത്തൊക്കെ തന്നെ ഇവിടുത്തെ മുസ്ലിം സഹോദരന്മാർ ബ്രിട്ടീഷ് ഗവൺമെന്റ് സഹായിക്കൊണ്ടിരിക്കുകയും ബ്രിട്ടീഷ് ഗവൺമെന്റ് അവർക്ക് സഹായിച്ചുകൊണ്ടിരിക്കുകയും അവരെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ വാർത്തെടുക്കുകയും അവരെ ഗുരുവന്മാരും അവരുടെ പ്രവർത്തകന്മാരുമാക്കി അവരെ സുഖീരവാദികളുമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു കാലമായി. എന്നാൽ മുസ്ലിങ്ങൾക്ക് പേർഷ്യൻ ഭാഷയും ഉറുദുവും ഇതൊക്കെ മുസ്ലിം ഭരണാധികാരികളുടെ പട്ടാള ഭാഷയായ ഹിന്ദുസ്ഥാനെ മാത്രമേ അറിയുമായി